എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ് കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ ഒരു ഉരുളി വെച്ചിട്ടുണ്ട് അപ്പുറത്ത്. അതിലേക്ക് 2 പാക്കറ്റ് മിൽമയുടെ പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇതൊന്ന് തിളക്കട്ടെ നന്നായിട്ട് കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു കപ്പിൻ്റെ അടക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും അവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ. അടുത്തൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. സേമിയ വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് ഉരുകി വരട്ടെ കേട്ടോ. ഇതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 140 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇട്ടത്. ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. നന്നായി വറുത്തെടുക്കാം. ചെറുതായിട്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓഫാക്കാം കേട്ടോ. പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം കേട്ടോ. സേമിയ ഇതിൽ കിടന്നൊന്ന് വേവട്ടെ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോളൂ കേട്ടോ, അടി പിടിക്കാണ്ടിരിക്കാൻ. അപ്പോൾ സേമിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയുടെ അളവ് കൂട്ടിയും കുറവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം കേട്ടോ. ഏലക്കയുടെ പൊടി ഇട്ടാ, ഒരു നുള്ള് മഞ്ഞളിൻ്റെ പൊടി ഇട്ടാ. കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കണതാണ് കേട്ടോ. ഇത് ഇഷ്ടമില്ലാച്ചെങ്കിൽ ചേർക്കണ്ട കേട്ടോ. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തിടാം കേട്ടോ. ഇത് തീ ഓഫാക്കിയിട്ട് ഇറക്കി വയ്ക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാനുള്ളത് കേട്ടോ. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വറുത്തെടുക്കാം. മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം മുന്തിരി ആയില്ല, തീ ഓഫാക്കാം കേട്ടോ. പായസത്തിലേക്ക് ഇട്ട് പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്ക്. പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.